ഹായ് ഫ്രണ്ട്സ്, PSC വേർഡിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ നിന്ന് എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട 20 ക്വസ്റ്റ്യൻ ആൻസറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു. ഉപകാരമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ കമ്പ്യൂട്ടർ ഏതാണ്? ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ കമ്പ്യൂട്ടറാണ് TFRAC. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ എന്നാണ് TFRACിൻ്റെ പൂർണ്ണരൂപം. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ കമ്പ്യൂട്ടറാണ് TFRAC. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യ പോർട്ടബിൾ കമ്പ്യൂട്ടർ ഏതാണ്? ആദ്യ പോർട്ടബിൾ കമ്പ്യൂട്ടറാണ് ഓസ്ബോൺ 1. കമ്പ്യൂട്ടർ സയൻസിൻ്റെ നിർമ്മിത ബുദ്ധിയുടെ പിതാവ് ആരാണ്? കമ്പ്യൂട്ടർ സയൻസിൻ്റെ നിർമ്മിത ബുദ്ധിയുടെ പിതാവ് അലൻ ട്യൂറിംഗ്. ഓക്കെ, ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ കമ്പ്യൂട്ടർ ഏതാണ്? TFRAC ആണ്. ആദ്യ പോർട്ടബിൾ കമ്പ്യൂട്ടറാണ് ഓസ്ബോൺ 1. കമ്പ്യൂട്ടർ സയൻസിൻ്റെ നിർമ്മിത ബുദ്ധിയുടെ പിതാവ് ആരാണ്? അലൻ ട്യൂറിംഗ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടറാണ് ഫ്രോണ്ടിയർ. ഒരു കമ്പ്യൂട്ടർ സംവിധാനവുമായി ബന്ധപ്പെട്ട എല്ലാ ഭൗതിക ഘടകങ്ങളും അറിയപ്പെടുന്നത് എന്താണ്? ഒരു കമ്പ്യൂട്ടർ സംവിധാനവുമായി ബന്ധപ്പെട്ട എല്ലാ ഭൗതിക ഘടകങ്ങളും അറിയപ്പെടുന്നത് ഹാർഡ്വെയർ എന്നാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, തൊട്ടറിയാൻ കഴിയുന്നതും കാണാൻ സാധിക്കുന്നതുമായ കമ്പ്യൂട്ടറിൻ്റെ ഭാഗങ്ങളാണ് ഹാർഡ്വെയർ. എന്താണ് ഹാർഡ്വെയർ? തൊട്ടറിയാൻ കഴിയുന്നതും കാണാൻ സാധിക്കുന്നതുമായ കമ്പ്യൂട്ടറിൻ്റെ ഭാഗങ്ങളാണ് ഹാർഡ്വെയർ. ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടറാണ് ഫ്രോണ്ടിയർ. ഒരു കമ്പ്യൂട്ടർ സംവിധാനവുമായി ബന്ധപ്പെട്ട എല്ലാ ഭൗതിക ഘടകങ്ങളും അറിയപ്പെടുന്നത് ഹാർഡ്വെയർ എന്നാണ്. തൊട്ടറിയാൻ കഴിയുന്നതും കാണാൻ സാധിക്കുന്നതുമായ കമ്പ്യൂട്ടറിൻ്റെ ഭാഗങ്ങളാണ് ഹാർഡ്വെയർ. അടുത്ത ക്വസ്റ്റ്യൻ, മദർ ബോർഡിലെ വിവിധ ഘടകങ്ങൾ തമ്മിൽ പരസ്പര വിനിമയം സാധ്യമാകുന്നത് എന്താണ്? മദർ ബോർഡിലെ വിവിധ ഘടകങ്ങൾ തമ്മിൽ പരസ്പര വിനിമയം സാധ്യമാകുന്നത് ബസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിവിധ പെരിഫറലുകൾ ബന്ധിപ്പിക്കാനുള്ള കണക്ടറുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? വിവിധ പെരിഫറലുകൾ ബന്ധിപ്പിക്കാനുള്ള കണക്ടറുകൾ കാണപ്പെടുന്നത് മദർ ബോർഡിലാണ്. കമ്പ്യൂട്ടറിൻ്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഏതിനാണ്? കമ്പ്യൂട്ടറിൻ്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് മദർ ബോർഡാണ്. ഒന്നുകൂടി നമുക്ക് നോക്കാം. മദർ ബോർഡിലെ വിവിധ ഘടകങ്ങൾ തമ്മിൽ പരസ്പര വിനിമയം സാധ്യമാകുന്നത് ബസ്സാണ്. വിവിധ പെരിഫറലുകൾ ബന്ധിപ്പിക്കാനുള്ള കണക്ടറുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? മദർ ബോർഡിലാണ്. കമ്പ്യൂട്ടറിൻ്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഏതിനാണ്? മദർ ബോർഡിനെയാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടറിൻ്റെ ഘടകങ്ങൾ തമ്മിൽ ഡാറ്റ കൈമാറാൻ സഹായിക്കുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഘടകങ്ങൾ തമ്മിൽ ഡാറ്റ കൈമാറാൻ സഹായിക്കുന്നത് ബസ്സുകളാണ്. ഉപകരണങ്ങൾ തമ്മിൽ ഉയർന്ന വേഗതയിൽ ഡാറ്റ വിനിമയം സാധ്യമാകുന്ന ഒരു പോർട്ടാണ് യൂണിവേഴ്സൽ സീരിയൽ ബസ്. അതായത് USB ആണ് ഉപകരണങ്ങൾ തമ്മിൽ ഉയർന്ന വേഗതയിൽ ഡാറ്റ വിനിമയം സാധ്യമാകുന്ന ഒരു പോർട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഉപയോക്താവ് നൽകുന്ന നിർദ്ദേശങ്ങൾ കമ്പ്യൂട്ടറിനെ സ്വീകരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് മാറ്റുന്നത് എന്താണ്? ഉപയോക്താവ് നൽകുന്ന നിർദ്ദേശങ്ങൾ കമ്പ്യൂട്ടറിനെ സ്വീകരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് മാറ്റുന്നത് ഇൻപുട്ട് യൂണിറ്റ് എന്നാണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ പഠിച്ചു. കമ്പ്യൂട്ടറിൻ്റെ ഘടകങ്ങൾ തമ്മിൽ ഡാറ്റ കൈമാറാൻ സഹായിക്കുന്നത് എന്താണ്? ബസ്സുകളാണ്. ഉപകരണങ്ങൾ തമ്മിൽ ഉയർന്ന വേഗതയിൽ ഡാറ്റ വിനിമയം സാധ്യമാകുന്ന ഒരു പോർട്ടാണ് യൂണിവേഴ്സൽ സീരിയൽ ബസ്. ഉപയോക്താവ് നൽകുന്ന നിർദ്ദേശങ്ങൾ കമ്പ്യൂട്ടറിനെ സ്വീകരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് മാറ്റുന്നത് ഇൻപുട്ട് യൂണിറ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടർ മൗസിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? കമ്പ്യൂട്ടർ മൗസിൻ്റെ ഉപജ്ഞാതാവാണ് ഡഗ്ലസ് എംഗൽബർട്ട്. മൗസ് വികസിപ്പിച്ചെടുത്ത കമ്പനി ഏതാണ്? മൗസ് വികസിപ്പിച്ചെടുത്ത കമ്പനി സിറോക്സ് പാർക്കാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണം. ഒരു കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണം എന്താണ്? കീബോർഡാണ്. ഓക്കെ, ഓർത്തിരിക്കുക. കമ്പ്യൂട്ടർ മൗസിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഡഗ്ലസ് എംഗൽബർട്ടാണ്. മൗസ് വികസിപ്പിച്ചെടുത്ത കമ്പനി ഏതാണ്? സിറോക്സ് പാർക്കാണ്. ഒരു കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണം ഏതാണ്? കീബോർഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കീബോർഡിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? കീബോർഡിൻ്റെ ഉപജ്ഞാതാവാണ് ക്രിസ്റ്റഫർ ഷോൾസ്. ആരാണ് കീബോർഡിൻ്റെ ഉപജ്ഞാതാവ്? ക്രിസ്റ്റഫർ ഷോൾസ് ആണ്. നിലവിൽ കീബോർഡിലെ കീകളുടെ എണ്ണം എത്രയാണ്? നിലവിൽ കീബോർഡിലെ കീകളുടെ എണ്ണം 104. ഒരു കീബോർഡിലെ ഫങ്ഷൻ കീസിൻ്റെ എണ്ണം എത്രയാണ്? ഒരു കീബോർഡിലെ ഫങ്ഷൻ കീസിൻ്റെ എണ്ണം 12.
കീബോർഡിൻ്റെ ഉപജ്ഞാതാവ് ക്രിസ്റ്റഫർ ഷോൾസ് ആണ്. നിലവിൽ കീബോർഡിലെ കീകളുടെ എണ്ണം 104. ഒരു കീബോർഡിലെ ഫംഗ്ഷൻ കീസിൻ്റെ എണ്ണം എത്രയാണ്? 12. ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ കിടക്കാം. ഡാറ്റ സൂക്ഷിക്കാനും കൈമാറ്റം ചെയ്യുവാനും സാധിക്കുന്ന ഒരു പ്ലാസ്റ്റിക് കാർഡാണ് സ്മാർട്ട് കാർഡ്. എന്താണ് സ്മാർട്ട് കാർഡ്? ഡാറ്റ സൂക്ഷിക്കാനും കൈമാറ്റം ചെയ്യുവാനും സാധിക്കുന്ന ഒരു പ്ലാസ്റ്റിക് കാർഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഡിജിറ്റൽ ക്യാമറയുടെ ചെലവ് കുറഞ്ഞതും ഒതുക്കമുള്ളതുമായ പതിപ്പാണ് വെബ് ക്യാമറ. എന്താണ് വെബ് ക്യാമറ? ഡിജിറ്റൽ ക്യാമറയുടെ ചെലവ് കുറഞ്ഞതും ഒതുക്കമുള്ളതുമായ ഒരു പതിപ്പാണ് വെബ് ക്യാമറ. സ്മാർട്ട് കാർഡ് എന്താണ്? ഡാറ്റ സൂക്ഷിക്കാനും കൈമാറ്റം ചെയ്യുവാനും സാധിക്കുന്ന ഒരു പ്ലാസ്റ്റിക് കാർഡാണ്. ഡിജിറ്റൽ ക്യാമറയുടെ ചെലവ് കുറഞ്ഞതും ഒതുക്കമുള്ളതുമായ പതിപ്പാണ് വെബ് ക്യാമറ. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഉപകാരമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് തുടർന്നുള്ള ക്ലാസ്സുകൾ ചെയ്യാൻ പ്രചോദനമാകുന്നത്. താങ്ക് യു.